നമസ്തേ. സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു യാത്ര പോകുമ്പോൾ അത്യാവശ്യം പറയേണ്ടി വരുന്ന ചെറിയ ചെറിയ ഹിന്ദി സെൻറ്റൻസുകൾ നോക്കാം. ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നിങ്ങൾക്ക് ഹിന്ദി അറിയാമോ? അതെങ്ങനെ ചോദിക്കും? ആപ്കോ ഹിന്ദി ആത്തി ഹേ അല്ലെങ്കിൽ ആപ്കോ ഹിന്ദി ആത്തി ഹേ ക്യാ? ഇനി അതിന് പകരം നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാമോ? ആപ്കോ ഇംഗ്ലീഷ് ആത്തി ഹേ അല്ലെങ്കിൽ അംഗ്രേസി ആത്തി ഹേ? അങ്ങനെ ചോദിക്കാം. അപ്പോൾ അതിന് ഉത്തരവായിട്ട് എങ്ങനെ പറയാം? എനിക്ക് കുറച്ച് ഹിന്ദി അറിയാം. അതെങ്ങനെ പറയും? മുझे തോടി ഹിന്ദി ആത്തി ഹേ. മുझे എനിക്ക്, തോടി ഹിന്ദി കുറച്ച് ഹിന്ദി അറിയാം. ആത്തി ഹേ, ആത്തി ഹേ എന്ന് പറയുന്നത് എനിക്ക് പറയാനറിയാം. മുझे ബോൽനെ ആത്തി ഹേ അങ്ങനെ പറയുന്നതാണ്. നമ്മൾ വെറുതെ ആത്തി ഹേ എന്ന് പറഞ്ഞാൽ മതി. മുझे ഹിന്ദി ആത്തി ഹേ എന്ന് പറഞ്ഞാൽ എനിക്ക് ഹിന്ദി അറിയാം എന്നുള്ള അർത്ഥമാണ്. ഇനി എനിക്ക് പറയാനറിയില്ല, അതെങ്ങനെ പറയും? മുझे ബോൽനാ നഹി ആത്തി. മുझे ബോൽനാ നഹി ആത്തി, പക്ഷേ എനിക്ക് കേട്ടാൽ മനസ്സിലാകും. ലേക്കിൻ മുझे സമജ് മേ ആത്തി ഹേ, മനസ്സിലാകും. മുझे സുനേഗാ തോ സമജ് മേ ആത്തി ഹേ, കേൾക്കുവാണെങ്കിൽ മനസ്സിലാകും. മനസ്സിലാകും എന്നുള്ളതിന് സമജ് മേ ആത്തി ഹേ എന്ന് പറയാം. അടുത്തത്, താങ്കൾക്ക് വഴി അറിയാമോ? അതെങ്ങനെ ചോദിക്കും? നമ്മൾ നിങ്ങൾ എന്നുള്ളതിന് താങ്കൾ എന്നുള്ള അർത്ഥത്തിൽ തന്നെ ഹിന്ദിയിൽ ഉപയോഗിക്കാം. ക്യാ ആപ്കോ രാസ്ത പത്താ ഹേ? ക്യാ ആപ്കോ രാസ്ത പത്താ ഹേ? രാസ്ത എന്ന് പറഞ്ഞാൽ വഴി. പത്താ ഹേ എന്ന് ചോദിച്ചാൽ അറിയാം. ക്യാ ആപ്കോ രാസ്ത പത്താ ഹേ? നിങ്ങൾക്ക് വഴി അറിയാമോ? ഇനി അതെവിടെയാണ്? അതെങ്ങനെ ചോദിക്കും? വ കഹാ ഹേ. ഇനി അവൻ എവിടെയാണെന്ന് ചോദിക്കാനും വ കഹാ ഹേ എന്നാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ അവൾ എവിടെയെന്ന് ചോദിക്കുന്നതിനും വ കഹാ ഹേ എന്ന് തന്നെയാണ് ചോദിക്കുന്നത്. ഇനി അവിടെ എന്താണ്? അതെങ്ങനെ ചോദിക്കും? വഹാം ക്യാ ഹേ. അവിടെ എന്താണ്? വഹാം ക്യാ ഹേ. അതുപോലെ ഇവിടെ എന്താണുള്ളത്? യഹാം ക്യാ ഹേ. ഇനി അതെന്താണ്? അതെങ്ങനെ ചോദിക്കും? വഹ് ക്യാ ഹേ. വ ക്യാ ഹേ. ഇതെന്താണെന്നുള്ളതിന് യഹ് ക്യാ ഹേ, യഹ് ക്യാ ഹേ. അടുത്തത്, ഇതിൻ്റെ ഉദ്ദേശം എന്താണ് അല്ലെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? രണ്ട് രീതിയിലും പറയാം. അതിന് നമുക്ക് ഇസ്കാ മത്ലബ് ക്യാ ഹേ. ഇസ്കാ ഇതിൻ്റെ, മത്ലബ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം എന്നുള്ള അർത്ഥത്തിലും പറയാം. ഇസ്കാ മത്ലബ് ക്യാ ഹേ, ഇതിൻ്റെ അർത്ഥം എന്താണ്? എനിക്ക് മനസ്സിലായില്ല, അതെങ്ങനെ പറയും? മുझे സമജ് നഹി ആയ അല്ലെങ്കിൽ മുझे സമജ് മേ നഹി ആയ. ദയവ് ചെയ്ത് പതുക്കെ പറഞ്ഞാലും, അതെങ്ങനെ പറയും? കൃപയ ധീരെ ബോലിയേ. ധീരെ ബോലിയേ എന്ന് പറഞ്ഞാൽ സ്ലോലി പറയാനും പറയാം, ഒച്ച താഴ്ത്തി പറയുന്നതിനും പറയാം. താങ്കളുടെ അടുത്ത് മാപ്പ് ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് മാപ്പ് ഉണ്ടോ? അതെങ്ങനെ ചോദിക്കും? ക്യാ ആപ്കെ പാസ് നക്ഷ ഹേ? നക്ഷ എന്ന് പറഞ്ഞാൽ മാപ്പ്. ക്യാ ആപ്കെ പാസ് നക്ഷ ഹേ? താങ്കൾ എഴുതി തരുമോ? അതെങ്ങനെ ചോദിക്കും? ക്യാ ആപ് ലിഖ് ദേംഗെ? ലിഖ് ദേംഗെ എന്ന് ചോദിച്ചാൽ എഴുതി തരാമോ എന്ന് ചോദിക്കുക. ക്യാ ആപ് ലിഖ് ദേംഗെ? ഈ കട എപ്പോൾ തുറക്കും? അതെങ്ങനെ ചോദിക്കും? ഏ ദുക്കാൻ കബ് ഖുലേഗി? യഹ് ദുക്കാൻ കബ് ഖുലേഗി? ഖുല്ല എന്ന് പറഞ്ഞാൽ തുറക്കുക, ഖുലേഗി തുറക്കും. ഏ ദുക്കാൻ കബ് ഖുലേഗി. ഇനി ഈ കട എപ്പോൾ അടയ്ക്കും? അതെങ്ങനെ ചോദിക്കും? ഏ ദുക്കാൻ കബ് ബന്ദ് ഹോഗി? ബന്ദ് കർണ എന്ന് പറഞ്ഞാൽ അടയ്ക്കുക, ബന്ദ് ഹോഗി അടയ്ക്കും. ഏ ദുക്കാൻ കബ് ബന്ദ് ഹോഗി. ഇത് വളരെ വിലക്കൂടുതലാണ്. ഏ ബഹുത് മെഹങ്കാ ഹേ. ഏ ബഹുത് മെഹങ്കാ ഹേ, വില കുറവാണെന്നുള്ളതിന് ഏ സസ്താ ഹേ എന്ന് പറയാം. എനിക്ക് വേണ്ട, അതെങ്ങനെ പറയും? മുझे നഹി ചാഹിയേ. മുझे നഹി ചാഹിയേ, എനിക്ക് വേണം എന്നാണെങ്കിൽ മുझे ചാഹിയേ. ഇനി എനിക്ക് ഇത് തന്നെ വേണം, അതെങ്ങനെ പറയും? മുझे യഹി ചാഹിയേ. യഹി ഇത് തന്നെ വേണം, അത് തന്നെ വേണം എന്നുള്ളത് മുझे വഹി ചാഹിയേ. എൻ്റെ അടുത്ത് 100 രൂപ മാത്രമേ ഉള്ളൂ. മേരെ പാസ് കേവൽ 100 റുപ്യേ ഹേ. മേരെ പാസ് കേവൽ 100 റുപ്യേ ഹേ. കേവൽ എന്ന് പറഞ്ഞാൽ ഒള്ളി എന്നുള്ള അർത്ഥമാണ്. നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് എടുക്കുമോ? എങ്ങനെ ചോദിക്കും? ക്യാ ആപ് ക്രെഡിറ്റ് കാർഡ് ലേത്തേ ഹേ? ക്യാ ആപ് ക്രെഡിറ്റ് കാർഡ് ലേത്തേ ഹേ? എടുക്കുമോ? ലേത്തേ ഹേ. നാളെ അവധിയാണോ? ക്യാ കൽ ഛുട്ടി ഹേ?
ക്യാ കൽ ഛുട്ടി ഹെ. ഛുട്ടി എന്ന് പറഞ്ഞാൽ അവധി. ഇവിടെ സൂ ഉണ്ടോ? സൂ. ക്യാ യഹാം ചിടിയാഘർ ഹെ. ചിടിയാഘർ. സൂ. ക്യാ യഹാം ചിടിയാഘർ ഹെ. ഇവിടെ മൃഗശാല ഉണ്ടോ? എൻട്രൻസ് ഫീ എത്രയാണ്? പ്രവേശനത്തിനുള്ള പൈസ, ഫീസ് എത്രയാണ്? പ്രവേശ് ശുൽക്ക് കിത്നാ ഹെ. പ്രവേശ് ശുൽക്ക് കിത്നാ ഹെ. പ്രവേശ് ശുൽക്ക് എൻട്രൻസ് ഫീ. നിങ്ങൾക്ക് എനിക്കൊന്ന് കാണിച്ചു തരാമോ? അതെങ്ങനെ ചോദിക്കും? ക്യാ ആപ് മുझे ദിഖാ സക്തി ഹെ. എനിക്ക് കാണിച്ചു തരാമോ? ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം എനിക്ക് കാണിച്ചു തരാമോ? അതെങ്ങനെ ചോദിക്കും? ടിക്കറ്റ് ലേനെ കാ ജഗ മുझे ദിഖാ സക്തി ഹെ ക്യാ? അല്ലെങ്കിൽ ടിക്കറ്റ് ലേനെ കാ ജഗ മുझे ദിഖാ സക്തി ഹെ. അത്രയും ചോദിച്ചാലും മതി. ഞാൻ ടൂറിസ്റ്റാണ്. അതെങ്ങനെ പറയും? മേ പര്യടക് ഹും. പര്യടക് എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ്. മേ പര്യടക് ഹും. എനിക്ക് സഹായം വേണം. അതെങ്ങനെ പറയും? മുझे സഹായത ചാഹിയേ. അല്ലെങ്കിൽ മുझे ഹെൽപ്പ് ചാഹിയേ എന്ന് പറഞ്ഞാലും മതി. നമുക്ക് എല്ലാ വേർഡും കറക്റ്റായിട്ട് ഹിന്ദി തന്നെ പറയണമെന്നില്ല. ഇടയ്ക്കിടയ്ക്ക് അറിയാൻ വയ്യാത്ത ഹിന്ദി വാക്കുകൾക്ക് പകരം ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിച്ചാലും മതി. നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ? ക്യാ ആപ് മേരി സഹായത കർ സക്തി ഹെ. ക്യാ ആപ് മേരി സഹായത കർ സക്തി ഹെ. എനിക്ക് മുറിവ് പറ്റി. അതെങ്ങനെ പറയും? മുझे ചോട്ട് ലഗി ഹെ. ചോട്ട് ലഗ്ന എന്ന് പറഞ്ഞാൽ മുറിവ് പറ്റുക. മുझे ചോട്ട് ലഗി ഹെ. ആശുപത്രി എവിടെയാണ്? ആസ്പതാൽ കഹാ ഹെ. ആസ്പതാൽ കഹാ ഹെ. ആശുപത്രി എവിടെയാണ്? എനിക്ക് സുഖമില്ല. അതെങ്ങനെ പറയും? മേരി തബിയത്ത് ഠീക്ക് നഹി ഹെ. തബിയത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യം. എൻ്റെ ആരോഗ്യം ശരിയല്ല. അതിൻ്റെ അർത്ഥം എനിക്ക് സുഖമില്ല. മേരി തബിയത്ത് ഠീക്ക് നഹി ഹെ. എനിക്ക് പനിയാണ്, അല്ലെ എനിക്ക് പനിയുണ്ട്. എങ്ങനെ പറയും? മുझे ബുഖാർ ഹെ. ബുഖാർ. എനിക്ക് മരുന്ന് വേണം. മുझे ദവായി ചാഹിയേ. ദവായി എന്ന് പറഞ്ഞാൽ മരുന്ന്. മുझे ദവായി ചാഹിയേ. എനിക്ക് മരുന്ന് വേണം. മെഡിക്കൽ സ്റ്റോർ എവിടെയാണ്? കെമിസ്റ്റ് കി ദുക്കാൻ കഹാ ഹെ. അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോർ കഹാ ഹെ. അങ്ങനെ ചോദിച്ചാലും മതി. മാർക്കറ്റ് എവിടെയാണ്? ബാജാർ കഹാ ഹെ. ബാജാർ കഹാ ഹെ. മാർക്കറ്റ് എവിടെയാണ്? ഞാൻ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു, എനിക്ക് വഴിയറിയാതെ എവിടെയെങ്കിലും നമ്മൾ ഇങ്ങനെ പോകത്തില്ലേ, കാണാതെ പോകുന്ന കണക്ക് പോകുന്നതിനാണ് മേ ഖോ ഗയി ഹും എന്ന് പറയുന്നത്. മേ ഖോ ഗയി ഹും. എനിക്ക് വഴിയറിയാതെ ഞാൻ തപ്പുക, അപ്പം ഞാൻ ഖോ ഗയി ഹും എന്ന് ഞാൻ പറയും. മേ ഖോ ഗയി ഹും. ഇനി അത് കാണാതെ പോയി എങ്ങനെ പറയും? വഹ് ഖോ ഗയി. അല്ലെങ്കിൽ വഹ് ഖോ ഗയാ. അവനെ കാണാതെ പോയി. വഹ് ഖോ ഗയാ. എൻ്റെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു. അതെങ്ങനെ പറയും? മേരാ പാസ്പോർട്ട് ഖോ ഗയാ ഹേ. എൻ്റെ പാസ്പോർട്ട് കളഞ്ഞു പോയിട്ടുണ്ട്. മേരാ പാസ്പോർട്ട് ഖോ ഗയാ ഹേ. എൻ്റെ താക്കോല് നഷ്ടപ്പെട്ടു. അതെങ്ങനെ പറയും? മേരി ചാബി ഖോ ഗയി ഹേ. മേരി ചാബി ഖോ ഗയി ഹേ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഈ ഖോ ഗയി എന്നുള്ളതിൻ്റെ അർത്ഥം. നമ്മൾ സ്വയം വഴിയറിയാതെ എവിടെയെങ്കിലും ഒറ്റപ്പെട്ട് നിൽക്കുമ്പോഴോ അപ്പോഴും നമുക്ക് പറയാം മേ ഖോ ഗയി ഹൂ എന്ന് പറയാം. അതല്ല എന്തെങ്കിലും സാധനങ്ങൾ കാണാതെ പോവുകയോ അങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് ഖോ ഗയാന്ന് തന്നെ പറയാം. എനിക്ക് ഈ പൈപ്പിലെ വെള്ളം കുടിക്കാൻ പറ്റുമോ? അതെങ്ങനെ ചോദിക്കും? ക്യാ മേ നൾക്കാ പാനി പീ സക്തി ഹൂ. നൾക്കാ പാനി എന്ന് പറഞ്ഞാൽ ടാപ്പ് വാട്ടർ, പൈപ്പിലെ വെള്ളം. നൾക്കാ പാനി, നൾ എന്ന് പറഞ്ഞാൽ പൈപ്പ്. നൾക്കാ പാനി പീ സക്തി ഹൂ, കുടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക. നിങ്ങളുടെ നിർദ്ദേശം എന്താണ്? ആപ്കാ ക്യാ സുജാവ് ഹേ. സുജാവ് എന്ന് പറഞ്ഞാൽ നിർദ്ദേശം. ആപ്കാ ക്യാ സുജാവ് ഹേ. എനിക്ക് ദാഹിക്കുന്നു. മുझे പ്യാസ് ലഗി ഹേ. മുझे പ്യാസ് ലഗി ഹേ. പ്യാസ് ലഗ്ന എന്ന് പറഞ്ഞാൽ ദാഹിക്കുക. എനിക്ക് വെള്ളം വേണം. മുझे പാനി ചാഹിയേ. മുझे പാനി ചാഹിയേ. എനിക്ക് വിശക്കുന്നു. മുझे ഭൂക്ക് ലഗി ഹേ. ഭൂക്ക് ലഗ്ന വിശക്കുക. മുझे ഭൂക്ക് ലഗി ഹേ. ഞാൻ വെജിറ്റേറിയനാണ്. മേ ശാകാഹാരി ഹൂ. ശാകാഹാരി വെജിറ്റേറിയൻ. മേ ശാകാഹാരി ഹൂ. ഞാൻ മാംസഭുക്കാണ്. മേ മാംസാഹാരി ഹൂ. മേ മാംസാഹാരി ഹൂ. അടുത്ത് ഹോട്ടൽ വല്ലതുമുണ്ടോ?
ആസ്പാസ് കോയി ഹോട്ടൽ ഹേ അല്ലെങ്കിൽ പാസ് മേം കോയി ഹോട്ടൽ ഹേ. ഞാനിപ്പോൾ പോകുകയാണ്. मैं अब जा रही हूँ. मैं अब जा रही हूँ. ഞാനിപ്പോൾ പോവുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ ട്രാവലിംഗ് റിലേറ്റഡ് നമ്മളൊരു യാത്ര പോകുമ്പോൾ ആവശ്യമായിട്ട് വരുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും ഒരുപാട് സെൻറ്റൻസുകൾ നമുക്കിതുപോലെ പറയാൻ പറ്റും. അത് വേറെ വീഡിയോകളിലായിട്ട് നമുക്കിടാം. ഒരുപാട് ലെങ്തി ആകുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ കേട്ടുകൊണ്ടിരിക്കാനായിട്ട്. പെട്ടെന്ന് നമുക്ക് ഓർമ്മയും നിൽക്കത്തില്ല ഇത്രയൊന്നും. അതുകൊണ്ട് അടുത്ത വീഡിയോയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീഡിയോയിലും ട്രാവലിംഗ് റിലേറ്റഡ് സെൻറ്റൻസുകൾ നമുക്ക് വീണ്ടും ഇടാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ പഴയ വീഡിയോസുകളും എല്ലാം കേൾക്കുന്നത് നന്നായിരിക്കും. നമുക്ക് കുറേ കേൾക്കുമ്പോഴാണ് പറയാൻ പറ്റുന്നത്. അപ്പോൾ വീഡിയോസ് മാറി മാറി കേട്ടോണ്ടിരിക്കുക. അപ്പോൾ ആദ്യം മുതലുള്ള വീഡിയോകൾ പുതിയതായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. താങ്ക്